നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 600 ചോദ്യങ്ങളുടെ പാർട്ട് 3 ആണ്. സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ പാർട്ട് 3 ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകമാണ് അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ജീവകാരുണ്യ നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകമാണ് അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകാരുണ്യ നിരൂപണത്തിനാണ്. മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1925. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1925. കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികളാണ്. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യൻകാളി. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ അയ്യൻകാളി. തിരുവിതാംകൂറിൽ ആദ്യമായി പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യാർ. കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട. കുമാരനാശാൻ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. കുമാരനാശൻ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് സഹോദരൻ അയ്യപ്പനും MC ജോസഫും. യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചത് സഹോദരൻ അയ്യപ്പനും MC ജോസഫുമാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. PRDSന്റെ ആത്മീയ നേതാവ് പൊയ്കയിൽ യോഹന്നാൻ. PRDS എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഷോർട്ട് ഫോം ആണ് PRDS. അതിലെ ആത്മീയ നേതാവായി അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പൊയ്കയിൽ യോഹന്നാനാണ്. ശിവശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ശിവശതകം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പനാണ്. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പനാണ്. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. SNDP യോഗത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ച്. SNDP യോഗത്തിന്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന സംഘം യോഗത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ചാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി. കേരളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? സന്തുഷ്ടവാദി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ്? ഉത്തരം റാണി സേതു ലക്ഷ്മിഭായിക്ക്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. PDRSന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. ശിവശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് K കേളപ്പൻ. ആദിഭാഷ ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. SNDP യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? അരുവിപ്പുറം. കേരളത്തിലെ ആദ്യമായി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായിക്കാണ്. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? 1905. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1905. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. സമത്വ സമാജം സ്ഥാപിച്ച വർഷം അല്ലെങ്കിൽ ആരംഭിച്ച വർഷം 1836. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഭാരതകേസരി എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26-ാം തീയതി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ്. കരുവള്ളൂർ സമരത്തിൽ
സമരത്തിന്റെ നേതാവ് ദേവയാനി. കരിവള്ളൂർ സമരത്തിന്റെ നേതാവ് ദേവയാനി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏത് വർഷമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1905. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ബാലസമുദായ പരിഷ്കരണ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ മാസം 26 കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നേതാവ് എന്നറിയപ്പെടുന്നത് ദേവയാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. വെളുത്തേരി കേശവൻ വൈദ്യർ ആട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വെളുത്തേരി കേശവൻ വൈദ്യർ ആട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കല്യാണദായിനി സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. സൂപ്രണ്ടയ്യ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യ. സൂപ്രണ്ടയ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പഠിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. വാകത്താനം ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാനുമായി. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞ വർഷം 1928. സൂപ്രണ്ടയ്യ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ പ്രസിഡന്റായ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ളയാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ളയാണ്. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയമായിരുന്നു. ഉണ്ണി നമ്പൂതിരി എന്നത് എന്തിന്റെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചാൽ യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണമാണ്. യോഗക്ഷേമ സഭയുടെ പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ്. അയ്യങ്കാളി ജനിച്ച വർഷം 1863. അയ്യങ്കാളി ജനിച്ച വർഷം 1863. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സഹാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ള. കുമാരനാശാൻ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം വിവേകോദയം. ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം ആരുടേതാണെന്ന് ചോദിച്ചാൽ യോഗക്ഷേമ സഭയുടേതായിരുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും. ആരുടെ ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ എന്ന് ചോദിച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ. അയ്യങ്കാളി ജനിച്ച വർഷം 1863. പഠിക്കുക. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനാണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ ലഹള നടന്ന വർഷം 1859. നിരീശ്വരവാദികളുടെ ഗുരുവെന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരുവെന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ കെ പി കേശവ മേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ സുഹൃത്തുക്കളെ? കെ പി കേശവ മേനോനാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കുമാരനാശാൻ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഉദ്യാന വിരുന്ന് രചിച്ചതാര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഉദ്യാന വിരുന്ന് രചിച്ചതാരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്.
ചാന്നാർ ലഹള നടന്ന വർഷം 1859. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ KP കേശവമേനോൻ, SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ, ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു, ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ, ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. പഠിക്കുക. വീണപ്പൂവ് രചിച്ചത് കുമാരനാശാൻ. വീണപ്പൂവ് രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. P കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കം, അതായത് കോട്ടയം ജില്ല. P കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കമാണ്, അതായത് കോട്ടയം ജില്ല. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് അഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമനാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമനാണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. ദേശ സേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാനാണ്. ദേശ സേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വീണപ്പൂവ് രചിച്ചത് കുമാരനാശാൻ. മൂക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. P കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം വൈക്കം, അത് കോട്ടയം ജില്ലയിലാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് CV കുഞ്ഞിരാമൻ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ദേശ സേവികാ സംഘം ആരംഭിച്ചത് അക്കമ്മ ചെറിയാൻ. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവൽ അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യത്തെ നോവൽ അഗ്നിസാക്ഷിയാണ്. 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിൽ. 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരിലാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചത് ആര്? R പാർവതി ദേവി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? R പാർവതി ദേവി. ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി 2006 പുറത്തിറങ്ങിയ നാണയങ്ങൾ 100 രൂപയുടെയും 5 രൂപയുടെയും നാണയങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ ഓർമ്മയ്ക്കായിട്ട് 2006 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് 100 രൂപയുടെയും അതുപോലെ 5 രൂപയുടെയും നാണയങ്ങൾ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂര്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരാണ്. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് സ്ഥാപിതമായ വർഷം 1888. കേരളത്തിലെ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് സ്ഥാപിതമായ വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. പഠിക്കുക. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരുവുമായിട്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. ആനന്ദ ഗുരുഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ഗുരുഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. പട്ടിണി ജാഥ നയിച്ചത് AKG അല്ലെങ്കിൽ AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? നമ്മുടെ AKG അല്ലെങ്കിൽ AK ഗോപാലൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം 1941 ജനുവരി മാസം 16-ാം തീയതി. ആനന്ദ ഗുരു ഗീത രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. പട്ടിണി ജാഥ നയിച്ചത് AKG. പ്രത്യക്ഷ രക്ഷ ദൈവസഭ നിലവിൽ വന്ന വർഷം 1909. യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായി. യാചനയാത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാടുമായിട്ട്. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ചിന്താവിഷ്ടയായ സീത രചിച്ചത് കുമാരനാശാൻ. ചിന്താവിഷ്ടയായ സീത രചിച്ചത് കുമാരനാശാൻ.
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അരയൻ എന്ന മാസികയുടെ സ്ഥാപകൻ വേലുക്കുട്ടി അരയനാണ്. അരയൻ എന്ന മാസികയുടെ സ്ഥാപകൻ വേലുക്കുട്ടി അരയനാണ്. പഠിക്കുക. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. പഠിച്ചോളനെ. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. മുസ്ലിം എന്ന പേരിൽ മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം എന്ന പേരിൽ മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നത് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളമാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നത് പട്ടം താണുപിള്ള. കാട്ടിലെ ജ്യേഷ്ഠന് ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ചോദിച്ചിട്ടുള്ളതാണ്. കാട്ടിലെ ജ്യേഷ്ഠൻ ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചാന്നാർ ലഹള സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാള്. ചാന്നാർ ലഹള സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ഉത്രം തിരുനാള്. പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം 1913. പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിലെ കായൽ സമ്മേളനം നടന്ന വർഷം 1913. എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചത്? വെങ്ങാനൂരാണ്. എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായിട്ട് ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരാണ്. ശൈവ പ്രകാശിക സഭ ആരംഭിച്ചത് തൈക്കാട് അയ്യ. ശൈവ പ്രകാശിക സഭ ആരംഭിച്ചത് തൈക്കാട് അയ്യയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത ഡെവിൾ അല്ലെങ്കിൽ വെളുത്ത ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം 1853. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PRDSന്റെ മുഖപത്രം ആദിയാർ ദീപം. പഠിച്ചോളനെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ PSC ബുള്ളറ്റിലെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ നോക്കിയത്. ഇതിന്റെ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ആകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.